വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് കറിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫ് 1 കിലോ, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് 1 കപ്പ്, 1 തക്കാളി അരിഞ്ഞെടുത്തത്, 1/2 കപ്പ് നാളികേരക്കൊത്ത്, ഇഞ്ചി 1 വലിയ കഷ്ണം ചതച്ചെടുത്തത്, വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില, പച്ചമുളക് 4 എണ്ണം 2ആയി അരിഞ്ഞെടുത്തത്, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ആദ്യം ഒരു കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. അതിൽ നിന്നും 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടാം. മഞ്ഞൾപ്പൊടി നമ്മൾ 3/4 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കാം. നാരങ്ങ നീരിന് പകരം 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചാലും മതി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫ് വെന്ത് വരുമ്പോൾ തന്നെ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾക്കിത് ഒരു വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്മിൽ ഒരു 10 മിനിറ്റ് കൂടെ വെക്കാം. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, അല്പം വേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചതിൽ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇട്ട് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം. മസാലകൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇല്ലെങ്കിൽ മസാലകളെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ മസാലകളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇടാം. ഇപ്പോൾ തക്കാളി നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ഇടുമ്പോൾ ബാക്കി അതിൽ കിടന്ന് വെന്തോളൂ. ഇനി ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം.
ഇത് നന്നായി മസാലകളൊക്കെ ഇതിലേക്ക് പിടിച്ച് ഇത് നന്നായി ഇതിൽ കിടന്ന് വെന്ത് വരണം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ ബീഫ് വെക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരുമെന്ന്. അപ്പോൾ കുക്കറിൽ നിന്ന് നമ്മൾ ഒഴിക്കുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനി ഇങ്ങനെയല്ല ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ചാറുകറിയായിട്ട് കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ, തണുത്ത വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഗരം മസാല ഇതിലേക്ക് ഇടാം. ആദ്യം നമ്മൾ പകുതി ഗരം മസാല ബീഫ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ നല്ല എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്താ നമ്മുടെ ബീഫ് കറി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.